പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ പേരിൽ ചെങ്കോട്ടുകോണം മഠാധിപതിക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം ഹിന്ദു സമൂഹത്തോടുള്ള വെല്ലുവിളിയെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി. സ്വാമിക്കെതിരായ കേസ് CPM സംസ്ഥാന നേതൃത്വവും ആഭ്യന്തര വകുപ്പും ആസൂത്രണം ചെയ്തതാണെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി. പ്രതികാര നടപടി ഉണ്ടായാൽ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രവർത്തക സമിതി യോഗം വ്യക്തമാക്കി. ചേങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷിക്കെതിരായ നീക്കം ദുരുപദിഷ്ടമെന്നാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രതികരണം. കേസെടുത്ത സംസ്ഥാന സർക്കാർ നീക്കം ഹിന്ദു സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രവർത്തക സമിതി യോഗം അഭിപ്രായപ്പെട്ടു. ആധികാരിക രേഖകളും ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചാണ് സ്വാമിജി പ്രസംഗിച്ചത്. ഇതിൽ ഇതര മതസ്ഥർക്കെതിരായ യാതൊരുവിധ പരാമർശവും ഉണ്ടായിട്ടില്ല. CPM നേതാവിനെ കൊണ്ട് പോലീസ് കേസ് കൊടുപ്പിച്ചത് CPM സംസ്ഥാന നേതൃത്വവും ആഭ്യന്തര വകുപ്പും ആസൂത്രണം ചെയ്തതാണ്. ഇത്തരം ഹിന്ദുവിരുദ്ധ നീക്കങ്ങളിൽ നിന്ന് CPM സർക്കാരും പിന്മാറിയില്ലെങ്കിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് പ്രവർത്തക സമിതി പ്രമേയത്തിൽ പറഞ്ഞു. സ്വാമിക്കൊപ്പം കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒന്നടങ്കം അണിനിരക്കാൻ യോഗം ആഹ്വാനം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK സുരേഷ് ബാബു പ്രമേയം അവതരിപ്പിച്ചു. പന്തളത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിലെ പ്രസംഗത്തിലാണ് ചേങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ പ്രസിഡന്റ് ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷിക്കെതിരെ കേസെടുത്തത്. ജനം, തിരുവനന്തപുരം.